കർണാടകയിൽ നടന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ യോഗി ആദിത്യനാഥിനെ പോലെ പെരുമാറുന്നു. കർണാടക സർക്കാരിന്റെ നടപടിയിൽ നാളെ ജില്ലാ കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പറഞ്ഞു. കർണാടകയിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലം സന്ദർശിക്കാൻ ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനപ്രകാരം ഇന്നലെ ഞാൻ ഉൾപ്പെടെയുള്ളൊരു പ്രതിനിധി സംഘം സന്ദർശിച്ചിരുന്നു. ആ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്ത ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത്. തീരെ ദുർബലരായ മനുഷ്യർ തങ്ങളുടെ നിവർത്തിയില്ലായ്മയ്ക്കിടയിൽ നിന്ന് കെട്ടിയുയർത്തിയ, വർഷങ്ങളുടെ പാടുപെടലുകൾ കൊണ്ട് കെട്ടിയുയർത്തിയ കെട്ടിടങ്ങൾ സുപ്രീം കോടതിയുടെ എല്ലാ ഗൈഡ് ലൈനും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇടിച്ചു തകർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്ത് ജസ്റ്റിഫിക്കേഷനാണ് കോൺഗ്രസിന് പറയാനുള്ളത്? യോഗി ആദിത്യനാഥിന്റെ പ്രതിരൂപമായി എങ്ങനെയാണ് സിദ്ധരാമയ്യക്ക് മാറാൻ കഴിയുക? ഗണഗീതം പാടുന്നതിൽ അഭിമാനിക്കുന്ന ഡി കെ ശിവകുമാർ നയിക്കുന്ന കോൺഗ്രസ് ആണ് കർണാടകയിലെ കോൺഗ്രസ്. ജനങ്ങളെയാകെയും അണിനിരത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ ഈ കോൺഗ്രസിന്റെ യോഗി ആദിത്യനാഥിനോട് കിടപിടിക്കുന്ന ബുൾഡോസർ രാജ് നടപ്പാക്കുന്ന ഈ രാഷ്ട്രീയ വഞ്ചനക്കെതിരെ, ഈ ജനവിരുദ്ധ സമീപനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഇടപെടലും ഡിവൈഎഫ്ഐ നടത്തും എന്നാണ് പ്രഖ്യാപിക്കാനുള്ളത്. കേരളത്തിൽ നാളെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മാധ്യമങ്ങൾ തമസ്കരിച്ച ഈ വാർത്തകൾ, ഈ ചിത്രങ്ങൾ ഞങ്ങൾ പ്രദർശിപ്പിക്കും. അതിശക്തമായിട്ടുള്ള യുവജന പ്രതിഷേധം ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. നേർസാക്ഷ്യം, കർണാടകയിലെ ബുൾഡോസറിന്റെ നേർസാക്ഷ്യം എന്ന പേരിൽ, കർണാടകയിലെ ബുൾഡോസർ രാജിന്റെ നേർസാക്ഷ്യം എന്ന പേരിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. നാളെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും കർണാടക സർക്കാരിന്റെ ബുൾഡോസറിന്റെ നേർസാക്ഷ്യങ്ങൾ വളരെ കൃത്യമായി അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദേശാഭിമാനി ലേഖകൻ വിനോദ് പായം കൂടി ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം നിങ്ങൾ അവിടെ പോയതാണ്, എ റഹീം എം പിയുടെ കൂടെ അവിടെ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതാണ്. ആ കണ്ട കാഴ്ചകൾ ആദ്യം ഒന്ന് പറഞ്ഞാൽ. ഇപ്പോഴും ഇവിടെ ഫക്കീർ കോളനിയിലാണ് ഉള്ളത്. അതായത് തുടരുകയാണോ? അവിടെ തന്നെയാണ്. ഇന്ന് കെ ടി ജലീൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഉള്ളത്. കെ ടി ജലീൽ MLA ഇന്ന് 12 മണിയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയാണുള്ളത്. അദ്ദേഹം മീഡിയ അഡ്രസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. അതായത് ബാംഗ്ലൂരിൽ നിന്ന് 12 കിലോമീറ്റർ അപ്പുറം ഇലഹക്കടുത്ത് കൊഗിലു എന്ന് പറയുന്ന പ്രദേശത്താണ് കർണാടക സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത 2 കോളനികളുള്ളത്. ഏതാണ്ട് 80% മുസ്ലിം കുടുംബങ്ങളും അതേപോലെ 20 ദളിത് കുടുംബങ്ങളും താമസിക്കുന്ന ഈ മേഖലയെ ഏതാണ്ട് 200ഓളം വീടുകൾ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലാണ്. ആ ഓരോ വീടുകളിലേക്കും പോയിട്ട് ആ കോൺക്രീറ്റ് കട്ടകൾ മറഞ്ഞു വീണ വീടുകളിലെ, അതായത് യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലൊക്കെ കാണുന്ന ദൃശ്യമാണ്. കോൺക്രീറ്റ് കട്ടകളൊക്കെ മറിഞ്ഞ് വീഴ, ആ കോൺക്രീറ്റ് കട്ടകൾക്ക് മുകളിലായിട്ട് താർപ്പാള വലിച്ചു കെട്ടിയിട്ട്, നീല താർപ്പാള വലിച്ചു കെട്ടിയിട്ട് അതിന് മുകളിലാണ് ഓരോ കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. ആ ഓരോ കുടുംബങ്ങളിലേക്കും കെ ടി ജലീൽ എത്തി അവരെ കുടുംബങ്ങളോട് സംസാരിക്കുകയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 20-ാം തീയതി പുലർച്ചെ 4 മണിയോടുകൂടിയാണ് 4 ബുൾഡോസർ ഉപയോഗിച്ച് ഇവിടുത്തെ 200ഓളം വീടുകൾ തകർത്തത്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ച സർക്കാർ സംവിധാനങ്ങളോ മറ്റ് സഹായങ്ങളോ ഒന്നും തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ട്വീറ്റോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതായി കർണാടകക്കാർ പോലും പറയുന്നത്. അതിനുശേഷം കേരളത്തിലെ മാധ്യമങ്ങളും കർണാടകത്തിലെ തന്നെ മാധ്യമങ്ങളൊക്കെ വിഷയം ഏറ്റെടുത്ത് വലിയ തോതിലുള്ള ചർച്ച നടന്നതോടുകൂടി ഇന്നലെ AM റഹീമിന്റെ സന്ദർശനം കൂടി വന്നതോടുകൂടി ഇവിടുന്ന് സിദ്ധരാമയ്യയുടെയും അതുപോലെ ഡി കെ ശിവകുമാറിന്റെ ഒക്കെ പ്രതികരണം കൂടി വന്നതോടെ ഈ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള പോലീസ് സംവിധാനവും നിലനിൽക്കുന്നത്. അതായത് നമ്മളെയൊക്കെ ഇപ്പം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പൊ ഇതിനകത്തേക്ക് കയറ്റുന്നത്. കെ ടി ജലീലിന്റെ കൂടെ അദ്ദേഹം എക്സ് മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ
എടുത്തതിന് ശേഷമാണ് കോളനിക്കകത്തേക്ക് നമ്മളെ കടത്തിവിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഇവർ പറയുന്നത് പിന്നെ യാതൊരു മുന്നറിയിപ്പും നൽകാതെ, അതായത് പുലർച്ചെ 4 മണിക്ക് വന്നിട്ട് വീടിനകത്തുണ്ടായ ഗ്യാസ് സിലിണ്ടർ മാത്രം പുറത്തേക്ക് വലിച്ചിട്ടിട്ട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തകർച്ചയായിരുന്നു എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഈ മറിഞ്ഞു വീണ വീടിന്റെ അകത്ത് കുട്ടികളുടെ സ്കൂൾ ബാഗ് മുതൽ ആധാർ കാർഡ്, റേഷൻ കാർഡ് പോലുള്ള എല്ലാ രേഖകളും ഈ കോൺക്രീറ്റ് കട്ടകൾക്ക് അകത്താണ്. ഈ തൊട്ടടുത്തുള്ള ഉറുദു UP സ്കൂളിലാണ് ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത്. ഏതാണ്ട് 114 കുട്ടികൾ ഈ 2 കോളനി ആയിട്ട് ഉണ്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശത്തെ ഒരു സന്നദ്ധ സംഘടനയായ സംഗമ എടുത്ത കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത്. ഈ 114 കുട്ടികളും 2 ആഴ്ചയായിട്ട് ഇവിടെ സ്കൂളിൽ പോകുന്നത് മാത്രമല്ല, ഒരു പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത വിദ്യസ്തമായ സാഹചര്യത്തിൽ വലിയ ഒരു ട്രോമ അനുഭവിച്ച് കഴിയുന്നത്. നമ്മൾ ഈ UP യിലും അതേപോലെ ഗുജറാത്തിലൊക്കെ കേട്ടിട്ടുള്ള ബുൾഡോസർ രാജ് നമ്മൾ വാർത്തകൾ മാത്രം കർണാടകം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ബുൾഡോസർ രാജ്, അതും കൃത്യമായി നോക്കിയാൽ അറിയാം, മുസ്ലിം ദളിത് പ്രദേശമാണ്. അവർ പറയുന്നത് ഇവർ കയ്യേറ്റക്കാരാണ്, അതുകൊണ്ടാണ് നിരപ്പാക്കിയത് എന്നാണ് പറയുന്നത്. അതേസമയം ബാംഗ്ലൂരിലെ ഏതാണ്ട് 20% കെട്ടിടങ്ങളും അനധികൃതമായി കയ്യേറി വെക്കിയതാണ് എന്നുള്ള കണക്ക് വാർത്ത തന്നെ പുറത്തു സാഹചര്യത്തിൽ ബാംഗ്ലൂർ നഗരത്തിന് 15 കിലോമീറ്റർ അപ്പുറം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഈ ദളിത് മുസ്ലിം കോളനിയെ നിരപ്പാക്കിയതിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ആ റിയൽ എസ്റ്റേറ്റ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യലഹങ്ക വിമാനത്താവളത്തിനും യലഹങ്ക ഈ റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഇത്. അതായത് പണ്ട് ഉപേക്ഷിച്ച ഒരു ക്വാറി മേഖലയാണ്. ഈ ഉപേക്ഷിച്ച ക്വാറി മേഖലയുടെ സൈഡിലായിട്ടാണ് 2 ഭാഗത്തായിട്ടാണ് ഈ കോളനികൾ വരുന്നത്. ഒരു ഭാഗത്ത് ഫക്കീർ കോളനി, മറ്റേ ഭാഗത്ത് വക്കീൽ സ്ട്രീറ്റ്. ഈ 2 മേഖലയാണ് ഉള്ളത്. ഈ മേഖലയില് ഈ പ്രദേശം നീക്കി കഴിഞ്ഞാൽ ഇപ്പോ ഒരു നഗരവികസന അതോറിറ്റിയാണ് ഒഴിപ്പിച്ചതെന്ന് ഇവർ പറയുന്നു. അവിടെ സോയിൽ വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതി വരുന്ന പ്രദേശമാണെന്ന് പറയുന്നു. പക്ഷെ അത്തരത്തിലൊരു പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ മുമ്പേ കേട്ടിട്ടില്ല. ഈ വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഈ പ്രദേശത്ത് വമ്പൻ ഭവന പദ്ധതി പദ്ധതിക്ക് സാധ്യമായ പ്രദേശമാണ്. നിലവിൽ ചതുപ്പുനിലം പോലുള്ള വേസ്റ്റ് കുഴിച്ചു മൂടുന്ന പോലത്തെ പ്രദേശമാണ്. ബാംഗ്ലൂർ, അതായത് വളരുന്ന ബാംഗ്ലൂരിന്റെ പുതിയ സാധ്യതകൾ പ്രയോഗിക്കാൻ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പ്രയോഗിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ ദളിതുകളും അതുപോലെ തന്നെ മുസ്ലിം പാർക്കുന്ന മേഖലയിലേക്ക് റിയൽ എസ്റ്റേറ്റ് താല്പര്യത്തിന്റെ ഭാഗമായി ഇടിച്ചു നിർത്തിയതാണ് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് റിപ്പോർട്ട് തേടി വാർത്തകളുണ്ട്. വിനോദ, റേഞ്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ശബ്ദം ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. ഏതായാലും ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് യലഹങ്കയിൽ കാണാൻ കഴിയുന്നത് എന്നാണ് ആ നേർക്കാഴ്ചകൾ കണ്ടുകൊണ്ട് വിനോദ് പായം നമ്മളോട് പറയുന്നത്. കുഞ്ഞു കുട്ടികളുടെ അടക്കം പാഠപുസ്തകങ്ങളും അവർ ഭക്ഷണം കഴിക്കുന്ന ചോറ്റുപാത്രങ്ങളും ഒക്കെ ആ ഭൂമിയിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റാത്ത കാഴ്ചയെന്ന് വിനോദ് പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് റഹീം എംപിയുടെ കൂടെ വിനോദ് അവിടെ എത്തിയത്. ഇന്നും അവിടെ സന്ദർശനം തുടരുകയാണ്. KT ജലീൽ MLA-ക്കൊപ്പം അവിടെ സന്ദർശനം തുടരുകയാണ്. 400ഓളം കുടുംബങ്ങളിലായി 3000-ഓളം ആളുകളാണ് ഒരു രാത്രി കൊണ്ട് അവിടെ ഒന്നുമല്ലാത്തവരായി തീർന്നത്. അവരുടെ സങ്കടങ്ങൾ വിവരിക്കുകയായിരുന്നു വിനോദ് പായം.